ചില ദിവസങ്ങളിൽ ഒന്നും പ്രത്യേകിച്ച് കാരണമില്ലെങ്കിലും നമുക്കൊരു ലോ ഫീൽ ചെയ്യുന്നുണ്ടോ? ഭയങ്കര ഒരു മാനസികമായിട്ട് ഒരു തളർച്ച ഫീൽ ചെയ്യാറുണ്ടോ? നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ ഈ പുതിയ വീഡിയോയിൽ ഞാൻ അങ്ങനെ ലോ ഫീൽ ചെയ്യുന്നവർക്ക് എങ്ങനെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, സെൽഫ് കെയർ, സെൽഫ് ലവ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം മനസ്സിലാക്കേണ്ടത് സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് ഒരു സ്വാർത്ഥതയല്ല. അത് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സെറ്റ് ഓഫ് പാറ്റേൺ മാത്രമാണ് ലൈഫിൻ്റെത്. സെൽഫ് കെയറും സെൽഫ് ലവും അത് മറ്റുള്ളവർക്ക് സ്വാർത്ഥതയായിട്ട് തോന്നാം, പക്ഷെ അത് സ്വാർത്ഥതയല്ല. ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പകുതി പ്രോബ്ലം നമുക്ക് അവിടെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മളെ മറക്കുന്നത് എന്തുകൊണ്ട്? പ്രത്യേകിച്ച് സ്ത്രീകൾ, നമ്മളുടെ വീട്ടു ജോലി, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ വീട്ടിലെ ഫുൾ ജോലി ഉണ്ട് കാണും, അല്ലെങ്കിൽ വർക്കിംഗ് ആണെങ്കിൽ വീട്ടു ജോലിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓഫീസിൽ പോകുന്ന തിരക്കും, ഇതെല്ലാം കൂടെ നമ്മളൊരു ഫുൾ ഡേ, ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞ് രാത്രി കിടക്കുന്നവരെ ബിസി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിചാരിക്കും, ഈ പണി കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം, ആ പണി കഴിഞ്ഞ് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോകണ്ട, വീട്ടിൽ തന്നെ ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ക്രീം പുരട്ടാനോ അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഒരുങ്ങിയിരിക്കാനോ ഒക്കെ നോക്കണം. നമ്മൾ വിചാരിക്കും അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കുകയല്ലേ, അല്ലെങ്കിൽ എന്തിനാ ഇത്രയെന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് നമുക്ക് വരുന്നത്. അവിടെയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്. കാരണം നമ്മൾ ഇങ്ങനെ കുറേ നമ്മളെ അവഗണിച്ച് പോകുമ്പം ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പം നമുക്കൊരു ഫ്രസ്ട്രേഷൻ വരും. കാരണം കുട്ടികളൊക്കെ കുറച്ച് വലുതായി കഴിയുമ്പം അവരവരുടേതായ ബിസി ഷെഡ്യൂൾ, അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവരവരുടേതായ ബിസി ഷെഡ്യൂളിലായിരിക്കും. അപ്പം നമുക്ക് തോന്നും ആളുകൾ നമ്മളെ അവഗണിക്കുന്നു, നമുക്കത്ര ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്ക് വരും. അപ്പം ആ സമയത്താണ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു റിയലൈസേഷൻ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നമുക്കത് ആദ്യം പോലെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു മിഡ് ഏജിലെത്തി കഴിയുമ്പം നിങ്ങൾക്ക് ഈ സെൽഫ് റിയലൈസേഷൻ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ലൈഫ് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പായിൽ പോകുന്നതോ അല്ലെങ്കിൽ സമയം ഷോപ്പിംഗ് ചെയ്യുന്നതോ അതല്ല. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറ്റബോധമില്ലാതെ ജീവിക്കുക, നമ്മളെ തന്നെ കെയർ ചെയ്യുമ്പോൾ അതിനൊരു കുറ്റബോധം ഇല്ലാതിരിക്കുക. ചെറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഡെയിലി ചെയ്യുക. ഡെയിലി നമുക്ക് വേണ്ടി ഒരു 10-15 മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടി മാത്രമായിട്ട് ചെലവഴിക്കുക. അതാണ് സെൽഫ് കെയറിൻ്റെ ഏറ്റവും വലിയ ഒരു മീനിങ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെല്ലാ കാര്യങ്ങളും ബാക്കിയെല്ലാം ചെയ്യും. കുട്ടികൾക്ക് വേണ്ടിയും ഹസ്ബൻഡിന് വേണ്ടി, അല്ലെങ്കിൽ ഇൻലോസ് ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മമാർ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി ചെയ്യും. അപ്പം നമ്മളൊരു 10 മിനിറ്റ്, അത് രാവിലെയോ രാത്രിയോ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ രാവിലെ ഒരു 10 മിനിറ്റ്, രാത്രിയിൽ ഒരു 10 മിനിറ്റ്, അതൊരു ചെറിയ എണീക്കുമ്പോൾ തന്നെ ഒരു കുറച്ച് നേരം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കുറച്ച് യോഗ ചെയ്യുക, ഒരു വാക്കിങ്ങിന് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് നമുക്ക് വേണ്ടി മാത്രമായിട്ട് എല്ലാ ദിവസവും വെക്കുക. അത് നമ്മളുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോവുക എന്നല്ല. നമ്മളൊരു റുട്ടീൻ ഉണ്ടാക്കുക. രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക. അത് നമ്മൾ കഴിച്ചിരിക്കും. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇപ്പം നട്ട്സ് ആയാലും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തായാലും വീട്ടിൽ മേടിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആ ഫ്രൂട്ട്സ് നമ്മൾക്ക് വേണ്ടി കുറച്ച് ക്യാരി ചെയ്യുക. അല്ല സമയമില്ല, ആരും എനിക്ക് എടുത്തു തരാനില്ല, അങ്ങനെയൊക്കെ ഓരോരോ റീസൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടി എടുത്തു വെക്കുക. എന്തായാലും ലഞ്ച് പാക്ക് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും വീട്ടിലെ ഉച്ച സമയമാകുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുക. വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ വെള്ളം കുടിക്കാൻ സമയമില്ല, പിന്നെ കുടിക്കാം, അങ്ങനെയൊക്കെ മടി പിടി. കുറച്ചൊക്കെ ഞാനും അതൊക്കെ ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. എന്നാലും ഞാൻ പറഞ്ഞില്ല, ഒരു ആഫ്റ്റർ 40s എനിക്ക് തോന്നിയിട്ടുണ്ട്, കുറച്ച് നമ്മളെ തന്നെ കെയർ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ ഇതേപോലെ നമുക്ക് എല്ലാം കഴിയുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ വരും. നമ്മുടെ ബോഡിയും കുറച്ച് വീക്കായി തുടങ്ങും 40s കഴിയുമ്പം. ബാക്കി അതുപോലെ തന്നെ നമ്മൾ മെൻ്റലിയും വീക്കാകാൻ തുടങ്ങും നമ്മളെ കെയർ ചെയ്തില്ലെങ്കിൽ. അപ്പം ഇങ്ങനെയുള്ള ചെറിയ കുറേ കാര്യങ്ങൾ അവനവൻ്റെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവനവൻ്റെ മെൻ്റൽ ഹെൽത്ത് ശ്രദ്ധിക്കുക. മെൻ്റൽ ഹെൽത്തിന് വേണ്ടി യോഗയോ മെഡിറ്റേഷനോ അങ്ങനെയുള്ളത് എന്തെങ്കിലും ഒരു 10 മിനിറ്റ് ചെയ്യുക. പിന്നെ നല്ല നല്ല ബുക്കുകൾ വായിക്കുക, പാട്ട് കേൾക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് നമ്മൾ വർക്കിംഗ് ആയാലും ഹൗസ് വൈഫ് ആയാലും ആരായാലും നമ്മൾ ആ ഒരു ചെറിയ കാര്യങ്ങൾ, അതുകൊണ്ട് ആരുടെ ഒരു റുട്ടീനും തെറ്റാൻ പോകുന്നില്ല.
ചിലപ്പം ചിലർക്ക് തോന്നുന്നത് നമ്മൾ സെൽഫിഷാണെന്ന് തോന്നും, പറഞ്ഞോട്ടെ കുറച്ച് ദിവസം പറയും, അത് കഴിയുമ്പോൾ തന്നെ ദാനം മിണ്ടാതായിക്കോളും. അപ്പം എല്ലാവരും അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇത്രയും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഡെയിലി ചെയ്യുന്നത് ഒരു തെറ്റുമല്ല, അത് പൂർണ്ണമായും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കുറച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെങ്കിൽ കമൻറ്റിൽ പറയുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെയും ഒരു മിഡ് ഏജ് ആണ്. അപ്പം ആഫ്റ്റർ 40s ഞാൻ കുറച്ച് ആസ് എ വുമൺ സ്ട്രഗിൾ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ഇതിൽ നിന്ന് ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കുമ്പോൾ അത് കുറച്ച് വേറെ ആർക്കെങ്കിലും കൂടെ ഹെൽപ്ഫുൾ ആകുമെന്നൊരു വിചാരത്തിലാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ കമൻറ്റും അതിനെയൊക്കെ ബാക്കി ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.